ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ നാട്ടിൽ ഈ നാരങ്ങയ്ക്ക് എന്താ പേര് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കമ്പിളി നാരങ്ങ, അല്ലെങ്കിൽ കറി നാരങ്ങ, അല്ലെങ്കിൽ വലിയ നാരങ്ങ എന്നൊക്കെയാണ് പറയുന്നത്. ഇന്ന് ഈ നാരങ്ങ വച്ചിട്ട് ഒരു അടിപൊളി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 3-4 പച്ചമുളക് കൂടി എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. നാരങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കണം. നാരങ്ങയുടെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 10-20 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് കഴുകി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. അപ്പം നല്ലെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് ഉടൻ തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെളുത്തുള്ളി ഒരു ചുമപ്പ് കളറാവുന്നത് വരെ, ഒന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെളുത്തുള്ളി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ചുമന്ന നിറം ആവുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് തീയുടെ അളവൊന്ന് കുറച്ച് കൊടുക്കാം. അപ്പോൾ ഗ്യാസ് നമുക്ക് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് മൂടി വയ്ക്കാം. നാരങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ നാരങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഒരു 1/2 ടീസ്പൂണിൽ കൂടുതൽ കായപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നാരങ്ങ വെന്ത് കുറുകി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഇതിൽ ഞാനൊരു കാര്യം വിട്ടുപോയി. കടുക് താളിക്കുന്ന സമയത്ത് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. അത് ഞാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മധുരം ആവശ്യമെങ്കിൽ അല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ ശർക്കര ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. നിങ്ങളെല്ലാ പേരും നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായി പറയണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.